നിഖിലെ ഇത് നമ്മുടെ മാങ്ങാട്, അതായത് കാഞ്ഞങ്ങാടുള്ള മാങ്ങാട്ടിലെ നാരായണിയമ്മയുടെ വീടാണ്. നാരായണിയമ്മയാണ് തിരക്കിലാണ്. അമ്മ ഇത് എന്താണ് ഉണ്ടാക്കുന്നത്? കൂന്തൽ കറി. കൂന്തൽ കറിയാണ്. ഈ ഭാഗത്ത് സ്പെഷ്യൽ ആണല്ലേ? ഇത് കൂന്തല തേങ്ങ കരച്ചിട്ടാ. ഇതിന് പേരെന്താ? കൂന്തൽ എന്തെങ്കിലും പേരുണ്ടോ? പീര. തേങ്ങ ഇട്ടിട്ട് പീര വെക്കുന്നല്ലേ? വാങ്ങാറുണ്ടോ കൂന്തൽ? മീനാണോ ഇഷ്ടം? ഈ മലബാർ ഏരിയയിൽ മീനില്ലാതെ ചോറും രീതിയുണ്ട്, അങ്ങനെയല്ലേ? കുറച്ച് മീനുണ്ടെങ്കിൽ ഒരു സുഖം അല്ലേ? അപ്പൊ എങ്ങനെയാണ് അടുക്കള കാര്യങ്ങളൊക്കെ പോകുന്നത്? എങ്ങനെയാ ഗ്യാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭയങ്കര പൈസ 300 ചില്ലറുണ്ടായ ഗ്യാസിന് ഇപ്പൊ 1200. പിന്നെ സബ്സിഡി ഉണ്ട്, അത് സബ്സിഡി കിട്ടുന്നില്ല. ഇതൊക്കെ ബജറ്റിനെ ബാധിക്കുന്നുണ്ടോ? കംപ്ലീറ്റ് ഗ്യാസിലല്ലേ? ഒരു ഗ്യാസ് കുറ്റി എത്ര ദിവസം നിൽക്കും? 2 മാസം കഷ്ടി. അമ്മ വോട്ടിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇലക്ഷൻ ചൂടൊക്കെ ആയോ? ഈ കാസർഗോഡ് എന്താ അവസ്ഥ? ആര് ജയിക്കും? മഹാരാഷ്ട്ര ഭാഷ ജയിക്കുന്ന ഇഷ്ടം. അപ്പൊ ഈ ഗ്യാസിന്റെ വിലയൊക്കെ ഇങ്ങനെ കൂടുന്നതേ നമ്മുടെ മൊത്തത്തിൽ ചെലവിനെയൊക്കെ ബാധിക്കുന്നുണ്ടോ? വലിയ തോതിൽ കൂടുന്നുണ്ടല്ലേ? സബ്സിഡിയും കിട്ടുന്നില്ല. അമ്മ ഈ വാർത്തകളൊക്കെ കാണാറുണ്ടോ? ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി വന്ന് പറഞ്ഞത് നമുക്ക് ഗ്യാരണ്ടി, ഞാനാണ് ഗ്യാരണ്ടി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അമ്മ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യത്തിന് തന്നെ ഉണ്ടല്ലേ എന്ത് ഗ്യാരണ്ടി? അതെന്താ അങ്ങനെ ചോദിക്കാൻ അത്രക്ക് സംശയം തോന്നാൻ എന്താ കാരണം? സംഭവിച്ചാലേ സാധാരണ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ അടുക്കള എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുക്കളയുടെ ഈ ഗ്യാസിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലവ് ബാധിക്കും. പ്രശ്നമാണ് അത്. മാത്രമല്ല പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അതെല്ലാം കൂടില്ലേ, വില കൂടില്ലേ? അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ അമ്മ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടാവും അല്ലേ? നിഖിലെ, ഇതാ ഞാൻ പറഞ്ഞത്, സ്ത്രീ വോട്ടർമാര് നിർണായകമാകുമെന്ന്. കാരണം ഒരു അമ്മയുടെ മനസ്സിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ ചിന്തിക്കുന്ന എത്രയോ ലക്ഷം അമ്മമാരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഏതായാലും അടുക്കള മനവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും. അപ്പം അമ്മേ, ഒരുപാട് സന്തോഷം. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നല്ല കൂന്തൽ കറി വെച്ച് തന്നെ കേട്ടോ.